നല്ല ബ്യൂട്ടിഫുൾ സാരിയാണ്. സോഫ്റ്റ് കളറിൽ പേസ്റ്റൽ കളർ പാരറ്റിൽ നല്ലൊരു ബേബി പിങ്കിലാണ് സാരി വന്നിരിക്കുന്നത്. ടിഷ്യൂ ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സോഫ്റ്റ് ടിഷ്യൂ ആണ് ഫാബ്രിക്. അതിൽ സെൽഫ് തന്നെയാണ് ആ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിൽ ഫുൾ ബോഡിയിലും വർക്ക് വന്നിട്ട് വിത്ത് സിമ്പിൾ ബോർഡർ. ഈ ഒരു ലുക്ക് ആയിരിക്കും സാരി വരുന്നത്. ആ ഒരു ഹാഫ് പോർഷനിലായിരിക്കും പ്ലീറ്റ്സ് വരുമ്പോൾ ഹാഫ് പോർഷനിലായിരിക്കും വർക്ക് വരുന്നത്. ചെസ്റ്റ് പോർഷന് മുന്താണി കംപ്ലീറ്റ് ആ ഒരു ബേബി പിങ്കിൽ തന്നെ നല്ലൊരു ജോമെട്രിക്കൽ പാറ്റേണിലാണ് ത്രെഡ് വുവൺ ആ ഒരു ഡിസൈൻസ് വരുന്നത്. നല്ലൊരു ഡയമണ്ട് മോട്ടീവ്സും അതിൽ ആ ഒരു ത്രെഡ് വി പാറ്റേണിൽ തന്നെ ആയിരിക്കും, ബേബി പിങ്കിൽ തന്നെ ആയിരിക്കും വരുന്നത് സാരി. മുന്താണി ആ ഒരു ഗോൾഡൻ സെറിയിലുള്ള ഷോർട്ട് പല്ലു. ഇതാണ് സാരിയുടെ പല്ലു വരുന്നത്. ബോഡി കംപ്ലീറ്റ് ഈ ഒരു സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വരുന്നത്. റണ്ണിങ് ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും വരുന്നത്. സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി ഫാബ്രിക് സെയിം തന്നെ. നല്ലൊരു പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പേസ്റ്റൽ പിസ്ത ഗ്രീൻ ആണ് സാരിയുടെ ടോൺ. ഫുൾ ത്രെഡ് വുവൺ പാറ്റേണിൽ തന്നെയാണ്. ഇതിൽ നല്ലൊരു ജാൽ പാറ്റേണിലാണ് ഒരു ത്രെഡ് വീവ് ഡിസൈൻസ് വരുന്നത് വിത്ത് സിമ്പിൾ റിബൺ ബോർഡർ. മുന്താണി ഷോർട്ട് പല്ലു ആണ് സാരിക്ക് വരുന്നത്. ബ്ലൗസ് വരുന്നത് സെയിം ടോണിൽ തന്നെ പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ സോഫ്റ്റ് പേസ്റ്റൽ പീച്ച് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. പീച്ചിലും അതേ ഫ്ലോറൽ ജാൽ പാറ്റേൺ തന്നെയാണ്. ഫുൾ ആ ഒരു ത്രെഡ് വുവൺ സ്റ്റൈലിൽ തന്നെ പീച്ച് തന്നെ ത്രെഡ് വീവിലായിരിക്കും സാരിയുടെ ബോഡി വരുന്നത്. കംപ്ലീറ്റ് ഈ ഒരു പാറ്റേണിലായിരിക്കും. മുന്താണി പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു പേസ്റ്റൽ യെല്ലോ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. ഇതിലും അതേ പാറ്റേൺ തന്നെയാണ് ആ ഒരു ത്രെഡ് എംബ്രോയിഡറി വരുന്നത്. ഫുൾ ത്രെഡ് വർക്കിൽ തന്നെ ആയിരിക്കും. ഫ്ലോറൽ ജാൽ പാറ്റേണിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നത് വിത്ത് ഷോർട്ട് പല്ലു, പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് കളർ വീണ്ടും പേസ്റ്റൽ പിങ്ക് തന്നെ സാരി വരുന്നത്. ഫുൾ ആ ഒരു ജാൽ പാറ്റേണിൽ തന്നെ ആയിരിക്കും ത്രെഡ് വർക്ക് വരുന്നത്. സെയിം ടോണിൽ തന്നെ ആ ഒരു പേസ്റ്റൽ പിങ്കിൽ തന്നെ ആയിരിക്കും ത്രെഡ് വുവൺ സ്റ്റൈൽ വിത്ത് സിമ്പിൾ ബോർഡർ, ഷോർട്ട് പല്ലു ആൻഡ് പ്ലെയിൻ ബ്ലൗസ്. നെക്സ്റ്റ് സാരി വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ വരുന്ന ഒരു വർക്ക് വെയർ സാരി ആട്ടോ. പാറ്റേണും ഡിസൈനും എല്ലാം മാറിയിട്ടുണ്ട്. സെമി സിൽക്ക് ആണ് സാരിയുടെ ഫാബ്രിക് വരുന്നത്. സെമി സിൽക്കിൽ നല്ലൊരു പാറ്റേണിൽ ഫ്ലോറൽ എംബ്രോയിഡറി വർക്കിലായിരിക്കും ബോഡി വരുന്നത് കംപ്ലീറ്റ്. ഈ ഒരു വർക്കാണ് ബോഡിയിൽ വരുന്നത്. ഫ്ലോറൽ മോട്ടീവ്സ് ആയിരിക്കും ഫുൾ സാരിയിലും വരുന്നത്. ഇതാണ് ലോവർ ബോർഡർ വരുന്നത്. നല്ല പാറ്റേണിലാണ് സാരിയുടെ ലോവർ ഏരിയ വരുന്നത്. ഒരു വൈറ്റ് ത്രെഡിന്റെ എംബ്രോയിഡറി വർക്കും അത് കഴിഞ്ഞ് ഒരു മൾട്ടി കളറിലുള്ള ത്രെഡ് എംബ്രോയിഡറി വരുന്നുണ്ട്. ബോഡിയിൽ വരുന്ന എംബ്രോയിഡറി വർക്കിന്റെ തന്നെ പാറ്റേണിലാണ് ബോർഡർ വരുന്നത്. ലോവർ ബോർഡർ ഇതൊരു ലേസ് വർക്കിലായിരിക്കും. അപ്പറും ലോവറും ആ ഒരു എഡ്ജ് ഫിനിഷ് ചെയ്യുന്നത് ഈ ഒരു ലേസ് വർക്കിലായിരിക്കും. നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോഴും പ്ലീറ്റ്സ് എല്ലാം എടുത്ത് കൊടുക്കുമ്പോഴും ഈ ഒരു പാറ്റേണിലായിരിക്കും, ഈ ഒരു ലുക്ക് ആയിരിക്കും വരുന്നത് സാരിക്ക്. സാരിയുടെ കളർ പറയുകയാണെങ്കിൽ നല്ലൊരു കോറൽ പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സോഫ്റ്റ് സെമി സിൽക്ക്, റണ്ണിങ് പല്ലു, ബ്ലൗസ് വരുന്നത് പ്ലെയിനിൽ ആ ഒരു ലേസ് വർക്ക് ആയിരിക്കും ബ്ലൗസിന്റെ സ്ലീവിൽ വരും. നെക്സ്റ്റ് കളർ നല്ലൊരു അക്വാ ഗ്രീൻ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം വർക്ക് തന്നെ, ബോഡി കംപ്ലീറ്റ് അതേ വർക്ക് വന്നിട്ട്. ഇതിപ്പോൾ ഞാൻ സാരി ഫ്രണ്ടിലോട്ട് വെച്ചിരിക്കുക കേട്ടോ. ഈ ഒരു പോർഷൻ വരുന്നത് ലോവർ പാർട്ടായിരിക്കും. ലോവർ ഏരിയ കംപ്ലീറ്റ് ഈ ഒരു എംബ്രോയിഡറി വർക്ക് വന്നിട്ട് ക്രോഷ്യോ ലേസ് വർക്കിലായിരിക്കും അപ്പൊ പോർഷൻ വരിക വിത്ത് റണ്ണിങ് ബ്ലൗസ്. നെക്സ്റ്റ് കളർ നല്ലൊരു ലാവൻഡർ ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആ ഒരു ലോവർ ബോർഡർ വരുമ്പോൾ ഈ ഒരു പാറ്റേൺ വരും. ബോഡി കംപ്ലീറ്റ് എംബ്രോയിഡറി വർക്ക് വിത്ത് റണ്ണിങ് പല്ലു. നെക്സ്റ്റ് കളർ ഒരു ഡാർക്ക് പിങ്ക് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം അതേ സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. അടുത്ത കളർ നല്ലൊരു ഗ്രേ ആണ്. ഇതൊരു ഒലിവ് ഗ്രേ ആണ്. ഒലിവ് ഗ്രീനും ഗ്രേയും കൂടി ബ്ലെൻഡഡ് ആണ് സാരിയുടെ ഷെയ്ഡ് വരുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. അടുത്ത കളർ ഒരു പിങ്ക് ബ്ലെൻഡഡ് മൗ ആണ്. പിങ്കിഷ് മൗ ടോൺ ആണ് സാരി വന്നിരിക്കുന്നത്. സെയിം സ്റ്റൈലിൽ തന്നെ ആയിരിക്കും വർക്ക് വരുന്നത്. അടുത്ത സാരി ഫാബ്രിക്കും പാറ്റേണും എല്ലാം മാറിയിട്ടുണ്ട്. സൂപ്പർനെറ്റ് കോട്ടയാണ്, വൈറ്റ് സൂപ്പർനെറ്റ് കോട്ടയാണ് സാരിയുടെ ഫാബ്രിക്. അതിൽ നല്ല പാറ്റേണിൽ ബേബി പിങ്കിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത് സാരിയിൽ. ഇതായിരിക്കും ആ ഒരു വർക്കിന്റെ ഡീറ്റെയിലിംഗ്. ബേബി പിങ്ക് വിത്ത് വൈറ്റ് ഈ പാറ്റേണിലേക്ക് ലോവർ ബോർഡർ കംപ്ലീറ്റ് വരിക. ഇതൊരു സിമ്പിൾ ക്രോഷ്യോ ലേസ് വർക്ക് ആയിരിക്കും എഡ്ജിൽ വരുന്നത്. ഇതേ മോട്ടീവ്സ് തന്നെയാണ് ബോഡിയിൽ വരുന്നത്. ഫുൾ സാരി സെയിം സ്റ്റൈലിൽ തന്നെ വരുന്നുണ്ട്. ഡബിൾ സൈഡിലും ക്രോഷ്യോ ലേസ് വർക്ക്, റണ്ണിങ് പല്ലു. ബ്ലൗസ് വരുന്നത് പ്ലെയിൻ ആയിരിക്കും. ആ ഒരു ലേസ് വർക്കിലായിരിക്കും ബ്ലൗസ് വരുന്നത്. വളരെ അഫോർഡബിൾ പ്രൈസ് റേഞ്ചിൽ ഒരു മിക്സപ്പ് കാറ്റഗറിയിലായിരുന്നു ഇന്നത്തെ വീഡിയോയിൽ. നല്ല ഡിഫറെന്റ് ഫാബ്രിക്കിലും ഡിഫറെന്റ് പാറ്റേണിലുള്ള സാരീസ് ആയിരുന്നു. ലാസ്റ്റ് സാരി കേട്ടോ, ഇതും വൈറ്റ് സൂപ്പർനെറ്റ് കോട്ട തന്നെ. ആ ഒരു എംബ്രോയിഡറി വർക്കിന്റെ കോമ്പിനേഷൻ പറയുകയാണെങ്കിൽ ഗ്രീൻ ആണ്. വൈറ്റ് വിത്ത് ഗ്രീൻ ആണ് സാരിയുടെ കോമ്പിനേഷൻ. ഈ സാരീസിന് ഇതിന് മുൻപത്തെ സാരിയിലും ബേബി പിങ്ക് ബ്ലൗസ് നല്ലതായിരിക്കും. ഇതിന് ഗ്രീൻ ബ്ലൗസ് ആയിരിക്കും കുറച്ചും കൂടി നല്ലത്. അതല്ലെങ്കിൽ വൈറ്റ് നമുക്ക് ഡ്രേപ്പ് ചെയ്യാം. റണ്ണിങ് ബ്ലൗസ് അവൈലബിൾ ആണ് സാരിക്ക്. ഇതിന്റെയും ആ ഒരു വർക്ക് വരുന്നത് സെയിം പാറ്റേൺ തന്നെ. അതേ ആ ഒരു ഫ്ലോറൽ ലീഫ് പാറ്റേണിലാണ് ആ ഒരു ത്രെഡ് വർക്ക് വരുന്നത്. ഇതിൽ ഗ്രീനിലാണ് ക്രോഷ്യോ ലേസ് വർക്ക് വരുന്നത്. ഗ്രീനിലാണ് മോട്ടീവ്സ് ബോഡിയിൽ അതേ പാറ്റേണിൽ തന്നെയുള്ള മോട്ടീവ്സ് വരുന്നുണ്ട് വിത്ത് ബ്ലൗസ്.